കേരളത്തിൽ തന്നെ നാടിന്റെ പേര് പറയാൻ പോലും മടിയ വരികയാണ്. ഒരു ഉമ്മ, ഒരു അമ്മായിമ, അതായത് ഭാര്യ, അമ്മായിമ, ആ ഉമ്മാന്റെ മോന് വാപ്പ മരണപ്പെട്ടിരിക്കുന്നു. ഈ ഭർത്താവ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങളെ ഉമ്മ ശരിയില്ലട്ടാ, നിങ്ങളെ ഉമ്മ ഭയങ്കര പോക്കാണ്, നിങ്ങളെ ഉമ്മാനെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ് എന്ന് എല്ലാ ദിവസവും ഭാര്യ ഭർത്താവിനോട് ജോലി കഴിഞ്ഞ് വന്നാൽ പറയും. അങ്ങനെ എല്ലാ ദിവസവും പറയും. അങ്ങനെ ഒരു ദിവസം തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു കസാല വേണം, ആടുന്ന കസാല വേണമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഭർത്താവ് നല്ല പണം കൊടുത്ത് ഒരു കസാല ആ ഭാര്യക്ക് കൊണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ കൊണ്ടുകൊടുത്തതിന് ശേഷം തന്റെ ഭാര്യ ആ കസാലയിൽ ഇങ്ങനെ ഇരുന്ന് ആടാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ആടിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ മകന്റെ ഉമ്മ, പ്രായം ചെന്ന ഉമ്മയാണ്, ആ ഉമ്മ വന്ന് കസാലയിൽ ഇങ്ങനെ ആടാൻ തുടങ്ങി. ആ സമയത്ത് തന്റെ മകൾ കണ്ട് ഭർത്താവിനോട് കംപ്ലൈന്റ് പറയുകയാണ്, ഇത്ര ദിവസം ഇടങ്ങാറായിരുന്നു, ഇപ്പൊ ഒരു കസാല ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉമ്മ എന്നെ ഇരിക്കാൻ വിടുന്നില്ല, നിങ്ങളുടെ ഉമ്മയും അതിലിരുന്ന് ആടുകയാണ് എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറയുകയാണ്, ഇനി ആ കസാലയിൽ എന്റെ ഉമ്മ ഇരിക്കുകയില്ല എന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? നൊന്ത് പ്രസവിച്ച 9 മാസം തന്റെ പ്രഗ്നന്റ് ആയി അറിഞ്ഞാൽ തന്റെ മക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നടക്കുന്ന തന്റെ ഉമ്മയെ കുറിച്ച് പറയുകയാണ്, ഇനി ഉമ്മ ആ കസാലയിൽ ഇരിക്കുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ തന്റെ ഭർത്താവ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്റെ ഉമ്മ, പ്രായം ചെന്ന ഉമ്മ, ആ കസാലയിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്. ആ സമയത്ത് തന്റെ ഉമ്മയുടെ അടിവയറ്റിലേക്ക് സ്വന്തം മോൻ ഒറ്റ ചവിട്ട് ചവിട്ടി തന്റെ ഉമ്മ തെറിച്ച് വീണു പോവുകയാണ്. അങ്ങനെ വീണതിന് ശേഷം തന്റെ ഉമ്മ പറയുകയാണ്, മോനെ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന അത് പ്രസവ വേദനയാണ് മോനെ, പക്ഷേ ഇപ്പൊ എന്റെ മോൻ ചവിട്ടിയില്ലേ, അത് ഭയങ്കര വേദനയായി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ മകൻക്ക് നഖം വെട്ടുന്ന സമയത്ത് നഖം കുറച്ച് കയറ്റി വെട്ടിയപ്പോൾ വേദന സംഭവിച്ചു ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കൈ പൊത്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ കൈ മുറിച്ചു മാറ്റണമെന്ന് ആ മോനോട് പറയുകയാണ്. ആ സമയത്ത് തന്റെ ആ ഉമ്മയെ ചവിട്ടിയ ആ മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വലത് കൈ മുറിച്ചു മാറ്റുകയാണ്. അങ്ങനെ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് വേദന മാറുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. വീണ്ടും ഡോക്ടർ പറഞ്ഞു 2 കൈയും മുറിച്ചു മാറ്റണമെന്ന്. അങ്ങനെ അതും മാറുന്നില്ല, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. കാല് മുറിക്കാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞു 2 കാലും മുറിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് 2 കാലും 2 കൈയും ഇല്ലാതെ ഇന്നലെയോ മിന്നാന്നോ വന്ന തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയെ ചവിട്ടിയ മകൻക്ക് ആ ഭാര്യ ഒഴിവാക്കി പോയി. കാരണം ഭർത്താവിന് കയ്യുമില്ല കാലുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു മരുമകളായി അമ്മായിമ്മ ആയതാണ്. അതുപോലെ തന്നെ മരുമകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ മരുമകളാണ്, നിങ്ങളൊരു അമ്മായിമ്മ ആവാൻ പോവുകയാണ്. അതുകൊണ്ട് ഉമ്മയെയും അതുപോലെ തന്നെ മരുമക്കളെയും നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ചെറിയ ചെറിയ പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ, പക്ഷെ നമ്മളത് വലിയ സംഭവമാക്കി എടുക്കും. അതിന്റെ ഇടയിൽ കുടുങ്ങുന്നത് ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് ജീവിതമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് ജീവിതത്തിൽ വേണം. അതുകൊണ്ട് ഒരാളും അത് സംഭവമാക്കി പ്രശ്നമാക്കി ഒരിക്കലും പോവരുത്. ഒരുപാട് ഉമ്മമാരുടെ മെസ്സേജൊക്കെ ഇതാണ്.